നമുക്കിന്നൊരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള അധികം എണ്ണയൊന്നും ചേരാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒന്ന് തിളച്ച് വരട്ടെ നന്നായി. നമുക്കതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി നമ്മൾ നൂലപ്പത്തിനൊക്കെ പൊടി വാട്ടില്ലേ, അതേപോലെ പൊടി വാട്ടാം. ഇനി നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. ചക്ക വരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വേണം ആ മാവിനെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് ചക്ക വരട്ടിയിൽ നെയ്യിൻ്റെ അംശമുണ്ട്. പിന്നെ മറ്റേ ചുക്കും ജീരകവും പൊടിച്ച് ചേർത്തതുണ്ട്, ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ കുഴക്കണേലേക്ക് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമുക്ക് നന്നായി ഒന്ന് ചൂടാറുമ്പോൾ കുഴച്ചെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ചൂടാറുമ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് കുറുകി വരട്ടെ. നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ചെറുകിയിട്ട് കൊടുക്കാം. എത്രത്തോളം നമുക്ക് വേണ്ടി വരുന്ന വെച്ചാൽ അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനാണ്. നല്ല മധുരം വേണ്ട ആൾക്കാർക്ക് കുറച്ച് ശർക്കര കുറച്ചും കൂടി അധികം ചേർക്കട്ടോ. നമ്മൾ മാവിലും മധുരം ഉണ്ടല്ലോ, മറ്റേ ചക്ക വരട്ടിയത് ചേർത്തിട്ടുള്ളത് കൊണ്ട് മാവിലും മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലിത്തിരി മധുരം കുറച്ചാണ് ചേർക്കുന്നത്. ഒരുപാട് മധുരം ചേർക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് അതുപോലെ ചെയ്യാം. 2 സ്പൂൺ കൂടി ചേർക്കട്ടെ. മതി. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചത് കുറച്ച് മതി, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മാത്രം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആക്കി എടുക്കാം. ജീരകവും എള്ളൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതേ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ജീരകമൊന്നും ചേർത്തിട്ടില്ല.
ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയത്ത് വേണമെങ്കിൽ മറ്റേ അണ്ടിപ്പരിപ്പോ മറ്റേ മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. നമുക്കത് ഓഫ് ചെയ്യാം. നമ്മൾ കുഴച്ച മാവിനെ 4 പോർഷനാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈക്വലായിട്ടുള്ളൊരു 4 ഭാഗം. ചിലതിലൊക്കെ ചെറിയ കുറവൊക്കെ ഉണ്ടാവും. 4 ഭാഗമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇല പ്ലേറ്റിൻ്റെ ഷേപ്പിന് വെട്ടണമെന്നൊന്നുമില്ല, അതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ നനയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ച് ഒന്ന് പരത്തി കൊടുക്കാം. എല്ലായിടത്തേക്കും കൈയൊന്ന് പതുക്കനെ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പകുതി ഭാഗം വേറൊരു ഇലയിലേക്ക് പരത്തി കൊടുക്കാം. ഏകദേശം ഈ വട്ടം തന്നെ കണക്കാക്കിയിട്ട് പരത്താം. നമ്മൾ അട ഉണ്ടാക്കണ മാതിരി ഒരുപാട് കനം കുറച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ ഈ നമ്മുടെ ചക്ക വരട്ടി ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കട്ടിയിൽ കിട്ടണം. അപ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ മുറിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം അതിൻ്റെ വട്ടത്തിനായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് നന്നായി കട്ടിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കമഴ്ത്തി കൊടുക്കാം. കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ നോക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ചിങ്ങനെ പുറത്തേക്കൊന്നും നിന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ അടുത്തതും ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതുപോലെ 2 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബേക്കിംഗ് പാത്രത്തിൽ വെച്ച് കൊടുത്താൽ ബേക്ക് ചെയ്തെടുത്താലും നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ടിട്ട് നമ്മുടെ കല്ലിലിട്ടിട്ട് ചുട്ടെടുത്താലും നന്നായിരിക്കും. ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. 2 എണ്ണത്തിലേക്കുള്ള കറക്റ്റ് ഫില്ലിംഗ് ആണ് ഉള്ളൂ. നമുക്ക് ഇതിനെ കവർ ചെയ്യാനുള്ള
സംഭവം കൂടി പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഇതിലേക്ക് വരുന്ന പോലെ കമത്തി കൊടുക്കാം. അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഒരെണ്ണം ചുട്ടെടുത്താലോ എന്നൊരു പ്ലാൻ ഇപ്പോൾ മനസ്സിൽ തോന്നിയതാട്ടോ. ഒരെണ്ണം ചുട്ടെടുക്കാം, ഒരെണ്ണം ആവിയിൽ വേവട്ടെ. അപ്പോൾ ഏതാ ടേസ്റ്റ് എന്ന് അറിയാമല്ലോ കൂടുതൽ. അപ്പോൾ ഇത് ചുട്ടെടുക്കാം. നമ്മളത് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഈ ഒരെണ്ണം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം, വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കാൻ പോവാട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. തിളച്ചിട്ടുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് അടച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മടക്കി വെച്ചിട്ട് അടയ്ക്കണം മറ്റേ. അപ്പം നമ്മൾ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടാവണുള്ളൂ. അപ്പോഴേക്കും നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. സിമ്മിൽ വെക്കണം കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് കണ്ട. മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിയട്ടെ. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എടുക്കാം. ഇതും ഒരു 5 മിനിറ്റ് കൂടി ആവണം. ഇപ്പോഴാ സമയമാവുള്ളൂ. സിമ്മിൽ വെച്ചിരിക്കുകയാണ്. ആവട്ടെ. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കണം. എടുത്തിട്ട് കാണിക്കാം. എടുക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. ആവി കൈമയ്ക്കാവാണ്ട് എടുക്കണം. അപ്പോൾ എടുത്തിട്ട് കാണിക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ ഇത് റെഡിയാവും കേട്ടോ. പിന്നെ മറ്റേ ഭാഗവും വെന്ത് കിട്ടും. ഇങ്ങനെ നമ്മുടെ പലഹാരങ്ങൾ രണ്ട് ടൈപ്പായിട്ടുള്ള പലഹാരങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അടയാണോ? അടയുടെ ഒരു ഫോം തന്നെ, വേറൊരു ടൈപ്പ് കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തിയിട്ട്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഗ്യാരണ്ടി ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം അറിയാലോ, കണ്ടാ ഇലയൊക്കെ ഒന്ന് മാറ്റുമ്പോഴുള്ള സ്മെല്ല് എന്താണെന്നറിയും. നമുക്ക് ഇല എനിക്കൊന്നും പിച്ചി പൊളിച്ച് മാറ്റട്ടെ. ഒരു തുണ്ട് തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചതിൻ്റെ ഇലയൊന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെയുണ്ട് കാണാൻ തന്നെ. നോക്ക് എന്തൊരു ചന്തായിട്ടിരിക്കണം. നോക്ക് ഉണ്ടാ, നല്ല ആവി പറക്കണ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട്. എനിക്ക് ശരിക്കും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം തോന്നുന്നത് ഇതാട്ടാ, ചുട്ടെടുത്തതിനൊരു പ്രത്യേക മണമുണ്ട്. മണപ്പിച്ച് നോക്കിയോട്ടെ. ഹായ്, നല്ല സ്മെല്ലുണ്ട് ഇതിന്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അത് ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും അത്. നമുക്ക് അടച്ചുട്ടതിന് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതുപോലെ ഇതിനെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഒന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് മുറിച്ച് കാണിച്ചു തരാം. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കി നോക്കാം. ചൂടാറണുള്ളൂ, മുറിച്ച് നോക്കാം. ഒരു ചെറിയ പീസൊന്ന് മുറിച്ച് നോക്കണ്ടേ. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണ പോലെ തന്നെ മുറിക്കാം. അമ്പടോ സൂപ്പർ. എടാ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സോഫ്റ്റും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചക്ക വരട്ടി ഇത് ചേർത്ത് കുഴച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തിന് ടേസ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ട്.
ഇത് മുറിക്കാം. ഇതിനൊന്ന് മുറിച്ച് നോക്കി നോക്കാം. ഇതാണ് അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. കുറച്ച് മൊരിഞ്ഞിരിക്കുന്ന കാരണം മറ്റേ പോലെ അത്രയ്ക്കങ്ങോട്ട് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റില്ല. മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊരിഞ്ഞിരിക്കുന്ന കാരണം മറ്റേനേക്കാളും കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയിൽ മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തുണ്ടൊക്കെ തിന്ന് നോക്കി, അതിൻ്റെ തുണ്ട് മുറിയൊക്കെ ശകലം പൊട്ടി പോകുന്നൊക്കെ കഴിച്ച് നോക്കിയേ. നല്ല ടേസ്റ്റ്, അടിപൊളി, ഒന്നും പറയാനില്ല.